കൂട്ടുകാരെ അസ്സലാമലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? കമന്റ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതേ നമ്മളെ ഇൻസ്റ്റഗ്രാമിലല്ല, കൊല്ലത്ത് ഒരു ഷോപ്പ് ഉണ്ട്, സുറുമ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് അവർ കൂടുതൽ ഓൺലൈൻ കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യും. അവർ ഡ്രസ്സ് അതിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനും ഒരു 8-9 വട്ടം മേടിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്ക് ആ പ്രൈസിൽ കിട്ടുന്നത് വലിയ ലാഭമാണ്. ഞാനൊരു 9 വട്ടോ 10 വട്ടോ വെച്ച് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഡ്രസ്സ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റിയിലാണ് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായത്. എനിക്ക് ഒരു കുറ്റവും പറയാനില്ല സുറുമയെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. സുറുമയുടെ ഷോപ്പിൽ പോയിട്ട് അവർക്കുണ്ടായ അനുഭവമൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. സുറുമയുടെ പരസ്യം കണ്ടിട്ടാണ് ഞങ്ങൾ അവരുടെ ഷോപ്പിൽ പോയത്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഈ സാധനമൊക്കെ ഞാൻ ഈ ഫീൽഡായിട്ട് 10-20 കൊല്ലം ഒരു വ്യക്തിയാണ്. ഹോൾസെയിൽ ആൻഡ് റേറ്റ് ചെയ്ത വ്യക്തിയാണ്. 5 കൊല്ലമായോളം ഞാൻ നിർത്തി കൊടുക്കും. നിങ്ങൾ പോയി അത്രയും മെറ്റീരിയൽ എടുത്തോണ്ട് എന്നിട്ട് ആ ഒരു ബിൽഡിംഗ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ അത്രയും സ്റ്റോക്ക് കാണും. ആ നമ്പറിൽ എടുക്കത്തില്ല. ഇവര് ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം വിളിച്ചത് കിട്ടത്തില്ല. ആ കാണിയ സാധനമൊന്നും കിട്ടത്തില്ല. ഈ ഷോപ്പിൽ ആരെടുത്ത് വന്നാണ് കംപ്ലൈന്റ്? ആരും ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്ന ആരും നിൽക്കുന്നത് ആരാ? എപ്പോഴാ ഇന്നലെ വന്നായിരുന്നു. നമ്മളങ്ങോട്ട് എന്താ പ്രശ്നം? കൂടെ ഞാൻ കാര്യം പറ്റേ, ഇതിപ്പോ നോയമ്പ് ടൈം പരിപാടി ഈ ഒരു സമയത്തൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ആ ഒരു സമയം നോക്കി അത് ചെയ്യുമ്പോഴേ നിങ്ങളെ ഇത് ഈ ഒരെണ്ണം കാണിച്ചിട്ട് അത് സ്റ്റോക്ക് ഉണ്ട്, ഇത്ര മിതമായ വിലയാണ്. ഇപ്പൊ ഇവിടെ 2000, 2000, 3000 വില വരുന്ന സാധനങ്ങളാണ്. രാവിലെ വരുന്നവർക്ക് സാധനമുള്ളൂ, വൈകുന്നേരം വരെ പിന്നെ സാധനമില്ല. നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. രാവിലെ റീഫണ്ട് ചെയ്യണം. ക്യാഷ് ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ എടുക്കാൻ നിർബന്ധമല്ലോ. വെള്ള ക്യാഷ് തരുന്നു, പേ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടു നിവർത്തിയില്ലാതെ ഇപ്പൊ എടുക്കുന്ന സാധനം ക്യാഷ് ബാക്ക് ഇല്ല. നിങ്ങൾ ആ ബില്ലിങ് കൊടുത്താൽ റീഫണ്ട് കൊടുത്തത് വലിയ ഉപകാരം. ഇത്രയേറെ സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. നല്ല ഷോറൂമിലെ വില ഇവിടെ വരെ പോവുക. ഞങ്ങൾ ഇന്നിവിടെ സുറുമയെ വന്നതാ. ഇന്നലെ മാത്രമല്ല, ഇന്നലെ വന്ന് ഇന്ന് വന്നു ഒരു ടോപ്പ് എടുത്തോണ്ട് പോയി. ഇന്ന് വന്നപ്പോൾ അവർ പറയാണ് അത് റിട്ടേൺ ചെയ്യില്ലെന്ന്. കൈ ഭയങ്കര ടൈറ്റ്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഓൺലൈനൊക്കെ പോയിട്ട് റിട്ടേൺ വരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. തയ്ച്ച് ഒരു കൈ മാത്രം കറക്റ്റാണ്, ഒരു കൈ സ്റ്റിച്ച് ചെയ്തിട്ട് ഭയങ്കര ടൈറ്റ്. അങ്ങനെ ഞാൻ ഇന്ന് കൊണ്ടുവന്ന് റിട്ടേൺ ചെയ്തത്. അപ്പൊ ആദ്യം വന്നപ്പോഴേ പറയണേ റിട്ടേൺ പറ്റില്ലെന്ന്. അപ്പൊ ഞാൻ കുറച്ച് ചൂടായപ്പോ ഓർക്ക് കുഴപ്പമില്ല. പിന്നെ അവർ ഒരൈറ്റം എടുത്ത് കാണിക്കത്തില്ല. ഒന്നും ട്രിപ്ലെക്സൽ ഇല്ല, ചേച്ചിയുടെ അളവിനുള്ള ഇല്ല എന്ന് തന്നെ പറയുക. ഞാൻ തന്നെ ചൂടായപ്പോഴത്തേക്ക് ഓരോന്ന് ഞാൻ എന്റെ ഇതെടുത്ത് അതെല്ലാം ട്രിപ്ലെക്സൽ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോ ആ ഷോറൂമിൽ വന്നവരെല്ലാം റിട്ടേൺ കൊണ്ടുവന്നവരാണ്. അവർക്കൊന്നും റിട്ടേൺ കൊടുക്കുന്നില്ല. അവരെ ഇഷ്ടത്തിന് എടുത്തോണം. ഒരു സൈസ് ഒരെണ്ണം എടുത്താൽ അതിന്റെ ഒരൈറ്റം മാത്രം കാണും. അതിന്റെ വേറൊരു കളർ ചേഞ്ച് കാണില്ല, എക്സൽ കാണില്ല. നമ്മൾ ഡബിൾ എക്സൽ ചോദിച്ചാൽ അതിന്റെ ചിലപ്പോൾ ലാർജ് മാത്രം കാണും, അല്ലെങ്കിൽ മീഡിയം മാത്രം കാണും. എന്തിനാണ് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടിരിക്കുന്നത്? ഞങ്ങൾ ഇന്ന് വഴക്ക് എല്ലാവർക്കും ഇപ്പൊ അവര് ക്യാഷ് റിട്ടേൺ കൊടുത്തു. അവര് പറയുന്നത് അവരെന്തോ ഡ്രസ്സ് മാറ്റാൻ വന്നപ്പോൾ ഒരു റിട്ടേൺ കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് ഷോപ്പിൽ വരുമ്പോൾ തീർന്നു പോകുന്നു. അങ്ങനെ കുറെ എന്താ പറയുക, ഇപ്പോൾ ഇവര് ഓൺലൈനിൽ തന്നെ സംഭവം ഇടുമ്പോൾ അപ്പം തന്നെ തീരുവാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ആ സാധനം തീരുവാണ്. അപ്പോൾ പിന്നെ ഷോപ്പിൽ ചെന്ന് എങ്ങനെയാ കിട്ടുക? ഓൺലൈനിൽ ഇടുമ്പോൾ തന്നെ അത് തീരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഷോപ്പിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മിതമായ അളവിലൊക്കെ അല്ലേ കാണത്തുള്ളൂ എല്ലാം. അല്ലെങ്കിൽ ഒരുപാട് അളവിലൊക്കെ എടുത്തു വയ്ക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു ചാനലിലാണ് വന്നത്, വെറും 24 സബുള്ള ഒരു ചാനൽ. എനിക്ക് തോന്നുന്നു റീച്ചിന് വേണ്ടിയാണോ അതോ ഇനി വളർന്നു വരുന്ന ആ ഇത്താനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇതാണോ?
ചിലപ്പോൾ അസൂയായിരിക്കാം. എനിക്ക് എന്തായാലും സുർമയെ പറ്റിയിട്ട് മോശം അഭിപ്രായമൊന്നുമില്ല. നമ്മൾ സെലക്ട് ചെയ്ത സംഭവം തന്നെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതും നമ്മൾ ഇവിടെയൊക്കെ എടുക്കുന്ന അതേ തുണിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതിൽ പിന്നെ യാതൊരു കംപ്ലൈൻറ്റും പറയാനില്ല. ഇതുപോലെ ഇവർ പറയും പോലെ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് നല്ല ഇതായിട്ടാണ് സുർമ തോന്നിയിട്ടുള്ളത്. എനിക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു ഇതായിട്ട് സുർമ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ സംഭവം ഇതായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുവരെ. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ തന്നെ കണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചതിലുപരി നല്ലൊരു സപ്പോർട്ടാണ് ഈദിന് നമുക്ക് കിട്ടിയത്. ഈദ് കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി കുറച്ചൊരു എന്താ പറയാ കസ്റ്റമർ കുറച്ചൊന്ന് കുറയുമായിരിക്കുന്നു. പക്ഷേ അൽഹംദുലില്ലാ ദൈവത്തിന്റെ സഹായം കൊണ്ട് വെഡ്ഡിങ് കസ്റ്റമർ നന്നായിട്ട് വരിക കേട്ടോ. ഒത്തിരി ഒത്തിരി സന്തോഷം. അടുത്തുനിന്നുള്ളവരും ദൂരെ നിന്നുള്ളവരും ഒക്കെ വരുന്നുണ്ട്.